യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ സാധാരണക്കാർ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഒരു വാർത്തയൊക്കെ ഒരു പ്രധാന ചാനലുകളൊക്കെ വരുമ്പോൾ ഇതിലൊക്കെ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ, അല്ലെങ്കിൽ ഒരു വാർത്തയുടെ പ്രാധാന്യമൊക്കെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു കാഴ്ചപ്പാടൊക്കെ ഉണ്ടാവാറുണ്ട്. സാധാരണ പൊതുവേ എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം എറണാകുളത്തെ റിപ്പോർട്ടർമാർക്കൊക്കെ വർക്കിംഗ് ഡേയ്സിലാണെങ്കിൽ കോടതി വാർത്തകളും മറ്റു വാർത്തകളൊക്കെ ഉണ്ടാവും. ഞായറാഴ്ചകളിൽ പൊതുവേ അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ ഞായറാഴ്ച ആകുമ്പോൾ ഇന്ന് എന്ത് കൊടുക്കുമെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ തിരഞ്ഞെടുക്കുമ്പോൾ അതെ ഇവിടെ ഒരു സാധനം ഒരു മറ കിട്ടിയിരിക്കണ് എന്ന് വിചാരിച്ച് അതിൻ്റെ പിന്നാലെ പോകുന്ന ഒരവസ്ഥ. വാർത്ത ഇല്ലാതൊക്കെ വാർത്ത ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം. അതേപോലെ തന്നെ ഇന്ന് എന്ത് സോഷ്യൽ മീഡിയയിൽ ഒരു സാധനം ഇട്ടിട്ട് റീച്ച് കിട്ടാൻ വിചാരിക്കുന്ന അങ്ങനെ നടക്കുന്ന ആളുകൾ. യഥാർത്ഥത്തിൽ പക്ഷേ ഇത് ബാലിശമല്ലേ ഇവർ ഈ ആരോപണങ്ങളും ഈ വാർത്തകളും ബാക്കിയൊക്കെ വരുന്നത്? വലിയ ഈ കമ്പനികളുടെ ട്രേഡ് മാർക്ക് അതിന് കുറച്ചൊരു വാല്യൂ ഉണ്ടാവുമല്ലോ. അപ്പോൾ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ചിലരൊക്കെ അത് മിസ്യൂസ് ചെയ്യും, അല്ലെ അതിനെ പോലെയുള്ളത് ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഇവിടെ ഇപ്പോൾ കുസാറ്റ് എന്നുള്ള ഒരു പേര് ഏതോ നിലയ്ക്ക് ബോധപൂർവം മിസ്യൂസ് ചെയ്തു എന്ന പോലെയാണ് ഈ ചാനലുകളൊക്കെ പറയുന്നത്. യഥാർത്ഥത്തിൽ അത് ആ യൂണിറ്റിൻ്റെ ഒരു ഐഡൻറ്റിറ്റി, വ്യത്യസ്ത പ്രദേശങ്ങളിലുള്ള യൂണിറ്റിന് ആ പ്രാദേശിക നാമങ്ങളുമായി ബന്ധിപ്പിച്ച് പറയുന്നത് പോലെ മാത്രമാണ് ഈ ഒരു യൂണിറ്റിനെ ചെയ്തിട്ടുള്ളത്. ഇവിടെ പക്ഷേ എന്താ വെച്ചാൽ ഇതിൻ്റെ ഒക്കെ കൂടെ ഒരു മൊത്തം ഉത്തരവാദിത്വം അവിടെ ഏറ്റെടുക്കുകയാണ് നമ്മൾ ഈ എട്ടുകാലി മമ്മൂഞ്ഞിൻ്റെ ഒരു സ്വഭാവത്തിൽ. അപ്പം ഇനി നമ്മൾ ആലോചിച്ച് നോക്കിയപ്പോൾ കുസാറ്റിനകത്തോ അല്ലെങ്കിൽ അതിൻ്റെ പുറത്തോ ചുറ്റുപാടോ ഏതെങ്കിലും ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു സമൂഹമൊക്കെ നടത്തുന്ന ഒരു ഇതിനകത്ത് കുസാറ്റ് പരിസരത്ത് ഇന്ന് നടന്നു വാർത്ത വന്നു വയ്ക്കുക, അല്ലെങ്കിൽ കുസാറ്റിൻ്റെ മതിൽക്കെട്ടിൽ മതിലിൻ്റെ പുറത്ത് ഇന്ന് സംഭവിച്ചു പോകുന്നത്, ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം കുസാറ്റ് ഏറ്റെടുക്കണോ? ഇല്ലല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് ഈ കുസാറ്റിനെ ബോധപൂർവം അപമാനിക്കാനാണ് ഇവരെല്ലാം കൂടെ ശ്രമിക്കുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കിയപ്പോൾ ഇപ്പോൾ ABVP എന്ന് പറഞ്ഞ സംഘടന ഉണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യാണ്, മറ്റേ അവിടുത്തെ കുസാറ്റ് യൂണിറ്റ് അതിൻ്റെ തൊട്ട് പുറത്ത് എന്താണ് ഒരു പാദപൂജ, അധ്യാപകരുടെ പാദപൂജ സംഘടിപ്പിക്കുന്നു നോക്കിയാൽ. അപ്പോൾ അത് ഞങ്ങൾ ഇത്തരത്തിലുള്ള ഇതിനൊക്കെ എതിരാണ് എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് വരേണ്ട ആവശ്യമില്ല. SFI ഒരു ചുംബന സമരം പുറത്ത് വെച്ചു നോക്കുക, ഇതിനെതിരെ കുസാറ്റ് മുന്നോട്ട് വരണോ? അത് ആ സംഘടന നടത്തുന്നൊരു മാത്രം. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ ആവശ്യമില്ലാത്ത ഒരു ഏറ്റെടുക്കൽ ശ്രമമാണ് നടത്തുന്നത്. ഇതിന് നിയമപരമായിട്ട് പ്രത്യേകിച്ച് ഒരു പരിരക്ഷയൊന്നും ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല. രണ്ടാമത്തെ ഒരു വിഷയം എന്താ വെച്ചാൽ ഇവിടെ ഉന്നയിക്കപ്പെട്ട ഒരു ആരോപണമുണ്ട്. ആ ആരോപണം ഒരു മറയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നമുക്കൊക്കെ അറിയാം മതങ്ങൾ തമ്മിൽ വ്യത്യസ്തതകളുണ്ട്, അതിൻ്റെ കാഴ്ചപ്പാടുകളിൽ വ്യതിരിക്തതകളുണ്ട്. അതിനകത്ത് തന്നെ ഉള്ള സംഘടനകൾക്കകത്ത് അവർ മതത്തെ നോക്കിക്കാണുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കുന്നതിൻ്റെ വ്യത്യാസമനുസരിച്ചുകൊണ്ട് കുറേ കൂടെ ചിലപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകളുണ്ടാവും. ഇപ്പോൾ വിവാഹം എടുക്കുക, നമ്മൾ വിവാഹത്തിൽ ഇപ്പോൾ ഇവിടുത്തെ ഭൂരിപക്ഷം ആളുകളും പെങ്ങന്മാരെ കല്യാണം കഴിക്കാം എന്നാണ് വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് അവരുടെ കാഴ്ചപ്പാട് എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ മുസ്ലിങ്ങൾക്ക് അത് സ്വീകാര്യമാകുമോ? എന്താ നമ്മൾ മാത്രം വ്യത്യസ്തമാകുമെന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇത് ഒരു അവകാശവുമായിട്ട് വിശ്വാസവുമായിട്ട് കാഴ്ചപ്പാടുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ്. മാത്രമല്ല ക്ഷണിക്കപ്പെട്ടൊരു സദസ്സാണത്. അതിലേക്ക് വന്ന ആളുകളെ സംബന്ധിച്ചോളം ഇത് അംഗീകരിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ ഒരിക്കൽ പിറകത്തെ വഴി കൂടെ തിരിച്ചെന്ത് ചെയ്യുക ഇറങ്ങിപ്പോവുകയും ചെയ്യാം. ആരും തടഞ്ഞു വയ്ക്കുന്നേ ഇല്ല എന്നർത്ഥം. അപ്പോൾ ഇതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഈ വിവാദവുമായി ഇതിനെ മാത്രം ബന്ധിപ്പിച്ചല്ല. അപ്പോൾ നമുക്കിതിൻ്റെ കമൻറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നേരത്തെ നമ്മളെപ്പോഴും പറയാറുള്ള പോലെ ഇത് 6-ാം നൂറ്റാണ്ടിലേക്കുള്ള തിരിച്ചുപോക്കാണ് എന്ന് പറയുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇപ്പം നമ്മുടെ ചില കമൻറ്റ് ഞാൻ വായിച്ചു, അതായത് ഈ അറബ് രാജ്യങ്ങളിലൊന്നും സമാധാനമില്ല, അവിടെയൊക്കെ പ്രശ്ന സങ്കലിതമാണ്, നിങ്ങൾ യമൻ നോക്കൂ, ഇറാഖ് നോക്കൂ, സുഡാൻ നോക്കൂ, ലിബിയ നോക്കൂ, ഇങ്ങനെ പറയുകയാണ്. പക്ഷേ ഈ ചോദിക്കുന്നവർ ഒരു വേള ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ രാജ്യങ്ങളിലൊക്കെ സംഘർഷങ്ങൾക്കുള്ള കാരണം എന്താണ്? പ്രശ്നക്കാരാരാണ്? ഇപ്പോൾ ഇറാഖിൽ സംഘർഷത്തിൻ്റെ കാരണം ആരാ? ഇറാഖിലൊരു ഭരണകൂടം ഉണ്ടായിരുന്നു, ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു, വളരെ ആ രാജ്യം വികസനത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു രാജ്യമാണ്. അതിനെ തകർത്തെറിഞ്ഞതാരാ? ബാലിഷമായ ചില ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ട്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ സിറിയയിൽ ഇപ്പോൾ ഒരു താൽക്കാലിക ഭരണകൂടം ചെയ്തിട്ടുണ്ട്, അവിടെ വന്നിട്ടുണ്ട്. ലിബിയയിൽ സംഭവിച്ചെന്താ? വിശാലമായ കാഴ്ചപ്പാടുണ്ടായിരുന്നൊരു ഭരണാധികാരി അവിടെ ഉണ്ടായിരുന്നു, അദ്ദേഹത്തെ തകർത്തെറിഞ്ഞു. അപ്പോൾ ഇത് പറയാതെ
ഈ രാജ്യങ്ങളിലൊക്കെ സംഘർഷമാണ്, സമാധാനമില്ല എന്ന് മാത്രം പറയുകയാണ് ചെയ്യുന്നത്. ഇനി ഇതുപോലെ തന്നെ ഇപ്പോൾ 2 ദിവസം മുമ്പ് ഒരു വാർത്ത കണ്ടിരുന്നു. അതായത് സ്ത്രീകൾക്ക് രാത്രി പോലും ഇറങ്ങി നടക്കാൻ പറ്റുന്ന ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ 10 രാജ്യങ്ങളിൽ 5 രാജ്യങ്ങളും GCC കൺട്രീസ് എന്നാണ്. ഇതുതന്നെയാണ് നമ്മൾ വാഗ്ദാനം ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്ത്രീകൾക്ക് ലഭിക്കേണ്ട സുരക്ഷിതത്വം, പരിരക്ഷ, ഈ കാര്യങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടുള്ളൊരു കാഴ്ചപ്പാടാണ് ഇന്ന്. ഇവിടെ സാധാരണ ഇവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, പുരുഷന്മാർക്ക് അങ്ങനെ പ്രശ്നമുണ്ടെങ്കിൽ അവരാണ് മാറി നടന്നാൽ പോരെ. അപ്പോൾ ഇത് ഗോവിന്ദചാമിയാണ് മാറി നടക്കേണ്ടത്, അദ്ദേഹം നോക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഇത് എത്രമാത്രം വിവേകശൂന്യമാണ് എന്ന് ആലോചിച്ച് നോക്കൂ. അദ്ദേഹം മാറി നടന്നിട്ടുണ്ടെങ്കിൽ ഇത് സംഭവിക്കില്ലോ. മറിച്ച് അവിടെ ആ രോഗാവസ്ഥയുള്ള ഒരു വ്യക്തി, അദ്ദേഹം ഏത് നിലയ്ക്കും, ഇപ്പോൾ അദ്ദേഹം ജയിൽ ചാടിക്കഴിഞ്ഞിട്ട് വന്ന കുറേ റിപ്പോർട്ടുകളുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് പോലീസുകാരൊക്കെ പറഞ്ഞത് ജയിൽ ചാടാനുള്ള തന്നെ കാരണം എന്താണ്, ഈ തരത്തിലുള്ള ഒരു ത്വരയുടെ ഭാഗമാണെന്നാണ്. അതിനാൽ എന്തും അയാൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇത്തരം വൈകൃതമുള്ള അല്ലെങ്കിൽ വികൃതമായ മനസ്സുള്ള ആളുകൾ ഇതിനിടയിലുണ്ട്. അതിപ്പോൾ ഈ പറയുന്ന ചാനലിലിരിക്കുന്ന മഹാന്മാരെ പോലുള്ള ആളുകൾ മാത്രമല്ലോ, അവരൊക്കെ ശുദ്ധന്മാരാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും കണ്ടു, കൂടെ ഉള്ളവരോടൊന്നും ഒരു നിലയ്ക്കും എന്ത് ചെയ്യില്ല, അവർ മോശമായി പെരുമാറാത്തവരാണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ അതേ അവസ്ഥയല്ല ഇവിടെയുള്ള മുഴുവൻ ആളുകളുമെന്ന് തിരിച്ചറിയണ്ടേ. അപ്പോൾ ഒരു സോഷ്യൽ എൻജിനീയറിങ് ഒരു ഭാഗത്ത് നടക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു സോഷ്യൽ എൻജിനീയറിങ്ങാണ് നടത്തുന്നത്. നമ്മൾ വിശ്വസിക്കുന്ന ഒരു വ്യക്തിത്വം, നമ്മൾ വിശ്വസിക്കുന്ന ഒരു വിശുദ്ധി, ഇതിനനുസൃതമായിട്ടുള്ള ഒരു സമൂഹ സൃഷ്ടിക്ക് വേണ്ട പ്രവർത്തനങ്ങൾ എന്തോ അത് നമ്മൾ മനസ്സിലാക്കി, അല്ലെങ്കിൽ മതപരമായി മനസ്സിലാക്കിയ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മളത് നടപ്പാക്കും. അത് ഒരു കാര്യം കൂടെ ലോകം മനസ്സിലാക്കണം എന്ന് വെച്ചാൽ, ഇത് പറയാൻ ധൈര്യമുള്ളവർ തന്നെയാണ് ഈ കുട്ടികൾ. അത് ഏറ്റെടുക്കാൻ ധൈര്യമുള്ളവരാണ്. സോഷ്യൽ ബുള്ളിയിങ്ങിന് ഭയപ്പെടാതെ ഞങ്ങളുടെ സ്റ്റാൻഡ് ഇതാണ് എന്ന് പറയാനുള്ള ധൈര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവരൊക്കെ എതിർത്തിട്ടും തുടർച്ചയായി ഇതിനെ കളിയാക്കിയിട്ടും വിമർശിച്ചിട്ടും ആ സ്റ്റാൻഡിൽ തന്നെ നിൽക്കുന്നത്. അത് തിരുത്താമെന്ന ഒരു മൂഢധാരണ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യട്ടെ, ആ വെള്ളം അവരങ്ങോട്ട് വാങ്ങി വെച്ചോട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ.